ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. വിമാനത്താവളത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ അദ്ദേഹത്തെ യാത്രയാക്കി. ഫ്രഞ്ച് നഗരമായ മാഴ്സയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ലോക മഹായുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച 1700-ലധികം സൈനികരുടെ അന്ത്യവിശ്രമ സ്ഥലത്ത് ഇരുവരും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതിയും ഇരു നേതാക്കളും സന്ദർശിച്ചു. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ പൂർത്തിയായി. സംസ്ഥാനത്ത് സമഗ്ര വികസനം കൊണ്ടുവരാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യത്തിന്റെ പകുതിയിൽ താഴെയാണ് നിലവിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. ഈ പരിമിതികൾക്കിടയിലും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 10 മിഷനുകൾക്ക് വനം വകുപ്പ് രൂപം നൽകി. തിരുവനന്തപുരത്ത് വനം വകുപ്പ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം. കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്കിരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നതിന് നിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും വനത്തിനടുത്ത് താമസിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. വയനാട് ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF നാളെ ഹർത്താൽ ആചരിക്കും. അവശ്യ സർവീസുകൾ, പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡിലെ ഓഫീസേഴ്സ് ആൻഡ് സ്റ്റാഫ്, വർക്കർ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ 11ാം ശമ്പള പരിഷ്കരണം ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തിൽ വരുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലബാർ ക്യാൻസർ സെന്ററിൽ ദിവസവേതന കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് 36 തസ്തികകൾ സൃഷ്ടിക്കും. കണ്ണൂർ ജില്ലയിലെ പാടിയിൽ കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട 10,71,10,1930 രൂപയുടെ ടെൻഡർ അംഗീകരിക്കാനും തീരുമാനമായി. സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളുടെ 3ാം ഘട്ടത്തിന് തുടക്കമാകുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ കൊല്ലം ചാത്തന്നൂരിൽ റവന്യൂ മന്ത്രി കെ. രാജൻ നിർവഹിക്കും. ആദ്യ 2 ഘട്ടങ്ങളിലായി നടന്ന റീസർവേയിൽ ഇതുവരെ 6 ലക്ഷം ഹെക്ടർ ഭൂമിയിലധികം അളന്നുകഴിഞ്ഞു. റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് പദ്ധതിക്ക് സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചു. നിയമസഭയിൽ റവന്യൂ മന്ത്രി കെ. രാജന്റെ ധനാഭ്യർത്ഥന പരിഗണിച്ച് തുക അനുവദിക്കുന്നതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ആസ്തി വിവരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ്. സംസ്ഥാനത്ത് അർഹതപ്പെട്ടവർക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭ്യമാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി GR അനിൽ. 50,000 മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണം തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിശോധനയിലൂടെ അനർഹരുടെ കയ്യിൽ നിന്നും ലഭിച്ചതും മാനദണ്ഡങ്ങളിൽ നിന്നും പുറത്തായതും ഉൾപ്പെടെയുള്ള 50,000 മുൻഗണനാ റേഷൻ കാർഡുകളാണ് പുതിയ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആര്യങ്കാവ് കുടുംബാരോഗ്യ കേന്ദ്രം പുതുതായി അംഗീകാരം നേടിയതായും ഗുരുവായൂർ, കൽപ്പറ്റ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അംഗീകാരം നേടിയെടുത്തതായും മന്ത്രി പറഞ്ഞു. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. സംഭവസ്ഥലത്ത് വന്ദനയ്ക്കൊപ്പം ജോലി ചെയ്ത ഡോക്ടർ മുഹമ്മദ് ഷിബിനെ ആദ്യം വിസ്തരിച്ചു. അഹമ്മദാബാദ് ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 142 റൺസിന്റെ ഉജ്ജ്വല ജയം. ഇന്ത്യ ഉയർത്തിയ 357 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 34.2 ഓവറിൽ 214 റൺസ് എടുക്കുന്നതിനിടെ പുറത്തായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ മായം ചേർത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കണ്ടെത്തിയതായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അറിയിച്ചു. മെറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ നിന്നുമാണ് മായം ചേർത്ത പെർഫ്യൂം പിടികൂടിയത്. ലോക റേഡിയോ ദിനമായ നാളെ ആകാശവാണി തിരുവനന്തപുരം റിക്രിയേഷൻ ക്ലബ് പൂജപ്പുര ശ്രീചിത്ര തിരുനാൾ ഓഡിറ്റോറിയത്തിൽ ശ്രോതാക്കളുടെ സംഗമം സംഘടിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രസംഗ മത്സരം, ക്വിസ്, ഗാനമേള ഉൾപ്പെടെ നടക്കും. ചിലങ്ക നൃത്തോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ VK പ്രശാന്ത് MLA നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തു. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, ഒഡീസി എന്നീ ഇനങ്ങളിലായി 25 നർത്തകരാണ് നൃത്തോത്സവത്തിൽ പങ്കെടുക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.